Which are the most difficult chapters in class 10 CBSE mathematics? Class 10 CBSE mathematics ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ട്രയാങ്കിൾസ്, അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി, ദെൻ സർക്കിൾസ്. മൂന്നാമതായിട്ട് നമുക്ക് സർക്കിൾസിനെ പറയാം. ഈ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഓരോ കൊല്ലവും ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് കുട്ടികൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ആകെയുള്ള പോംവഴി എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഇൻക്ലൂഡിംഗ് PYQs NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസും ഉൾപ്പെടെ അതേപോലെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടെ മാക്സിമം പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ആ ഒരു ടോപ്പിക്കിലുണ്ട്, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ള ആ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വേർഡ് പ്രോബ്ലംസ് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും പെയർസ് ഓഫ് ലീനിയർ ഇക്വേഷൻസും. നിങ്ങൾക്ക് ഓൾറെഡി ഈ രണ്ട് ചാപ്റ്റേഴ്സും സ്കൂളിൽ എടുത്തതുകൊണ്ട് തന്നെ ഈ രണ്ട് ചാപ്റ്റേഴ്സിൻ്റെയും അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ മതിയാകും. അത്യാവശ്യം നല്ല രീതിക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ട് ചാപ്റ്റേഴ്സിനും CBSE ബോർഡിന് എക്സാമിനേഷന് വരാറുള്ളത്. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അധികവും ചോദിക്കാറുള്ളത്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസിലും അങ്ങനെ തന്നെ കേട്ടോ, 3 മാർക്കിനും ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ 5 മാർക്കിനും ഉണ്ടാവാറുണ്ട്. ആൻഡ് 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്നതാണ് ഈ പറയുന്ന വേർഡ് പ്രോബ്ലംസ് ഒക്കെ മിക്കവാറും പ്രോബ്ലംസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അതേപോലെ തന്നെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ രണ്ട് ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത പൊതുവെ കുട്ടികൾ പറയുന്ന ഒരു ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ പുതിയൊരു പ്രോബ്ലം വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. ആ ഒരു ടാങ്കിൽ വെള്ളം നിറയുന്ന പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആ ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവലൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിക്കുക എന്നതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. അതായത് ഒരു വേർഡ് പ്രോബ്ലം നിങ്ങൾ കാണുന്ന സമയത്ത്, അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് ടീച്ചർ സോൾവ് ചെയ്യുന്നത്, ടീച്ചർ ഏത് രീതിയിലാണ് അത് പോകുന്നത്, അനലൈസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത്, ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ആൻഡ് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് മാത്രം കവർ ചെയ്ത് പോയാൽ ഒരു കാര്യം ഉണ്ടാവില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിംഗ് PYQs ആൻഡ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ വേർഡ് പ്രോബ്ലംസ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ്. ആൻഡ് ഇതിലൊരു ലാസ്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് വേണമെങ്കിൽ സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ്. ഇതിൽ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ വേർഡ് പ്രോബ്ലംസും അങ്ങനെയൊന്നും അല്ല പ്രശ്നം. ഇതിലെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം കേട്ടോ, ഇല്ലാന്നല്ല, പക്ഷേ അത് അത്ര കണ്ട് ബുദ്ധിമുട്ടല്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ചാപ്റ്റേഴ്സിന്റെ അത്ര കണ്ട് ബുദ്ധിമുട്ടല്ല. പക്ഷേ ഇതിലൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കാൽക്കുലേഷൻസ് ആണ്. വലിയ കാൽക്കുലേഷൻസ് വരും. എങ്ങനെയാ കട്ട് ഷോർട്ട് മെത്തേഡ് വഴി സിംപ്ലിഫൈ ചെയ്യേണ്ട കാൽക്കുലേഷൻസ് ഒക്കെ വരും. ആ കട്ട് ഷോർട്ട് മെത്തേഡൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനറിയണം. അതുപോലെ തന്നെ കാൽക്കുലേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനൊരു സ്കില്ല് വേണം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ നല്ലൊരു സ്കോർ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ക്ലാസ് 10 CBSE മാത്തമാറ്റിക്സിൽ നമ്മൾ എന്താ പറയുക ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ആദ്യം മുതലേ പഠിച്ച് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനേഷനുള്ള പ്രിപ്പറേഷൻ ഒന്നുകൂടെ ഈസി ആവുന്നതായിരിക്കും.